നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഒരു വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടതെന്നുള്ളത്. രണ്ട് രീതിയിൽ ആളുകൾ ക്ലോസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒന്ന് ഒറ്റയിടലിടും ക്ലോസ് ആവും, ചില ആളുകൾ പതിയെ വെച്ചിട്ട് ഇവിടെ പിടിച്ചിട്ട് ഒരു പ്രസ്സിങ്, അങ്ങനെ രണ്ട് രീതിയിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്ലോസിങ് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ക്ലോസ് ആയി. നമ്മൾ ഒന്ന് പതിയെ വെച്ചതിന് ശേഷം പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഭാഗത്ത് ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ഡെൻറ്റ് വരും. ആ ഒരു ഷേപ്പ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒട്ടുമിക്ക വാഹനങ്ങളുടെയും പ്രശ്നം കണ്ടിട്ടുണ്ട്, ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്ത് ആ ഭാഗം മാത്രം ഡെൻറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും പതിയെ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രസ് ചെയ്തിട്ട് ബോണറ്റ് ക്ലോസ് ചെയ്ത്. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോണറ്റിൻ്റെ ആ ഒരു ഷേപ്പ് നഷ്ടപ്പെടും, അവിടെ ഡെൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കിടിലൻ കിളിക്കുഞ്ഞ് സ്വിഫ്റ്റ് വാഹനം ഇന്ന് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2015 മോഡൽ നിൽക്കുന്ന പെട്രോൾ എഞ്ചിൻ. ഏതൊരു സ്ഥലത്ത് നിങ്ങൾ ഒരു വാഹനം കൊണ്ട് പാർക്ക് ചെയ്താൽ അല്ലെങ്കിൽ റോഡിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഇത് ഐ കോണ്ടാക്ട്, ഈ ഒരു വാഹനത്തിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ പോകുന്ന രീതിയിൽ കളർ ഡിസൈൻ, ആ ഒരു കളർ കോമ്പിനേഷനിൽ വന്നുള്ള റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും കളർ കോമ്പിനേഷനിൽ ഒരു ചെറിയൊരു ലൈനും കാര്യങ്ങളൊക്കെ, ബ്ലാക്ക് ലൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഗ്രില്ലൊക്കെ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതും 2015 മോഡലിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് VXi പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി വാഹനം. VXi എന്ന വേരിയൻ്റാണ്, മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും എടുത്ത് പറഞ്ഞ 4 പുത്തൻ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, സ്റ്റണ്ടർ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അഡീഷണൽ ആക്സറീസ് ആയിട്ട് നല്ല അടിപൊളി സീറ്റ് കവർ ഇന്റീരിയർ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ മാരുതിയുടെ എസ്ക്രോസ്, ബ്രസ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളൊക്കെ വരുന്നൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബേസിക്കലി ഒരു വാഹനത്തിന് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വേണ്ടത് അതെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് അഡീഷണൽ ആക്സസറീസിനും അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് ആയിട്ടും വന്നിട്ടുള്ള ഒരു വേരിയൻ്റാണ് VXi എന്ന വേരിയൻറ്റ്. ഇന്ത്യൻ അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ വ്യൂ അതേപോലെ തന്നെ ബാക്കിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു റെഡിൻ്റെ ആ ഒരു ബ്ലാക്കിൻ്റെ ലൈൻ നമുക്ക് ഡിക്കിയുടെ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡുവൽ ടോണിലേക്ക് വാഹനം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന, ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത എക്സ്റ്റീരിയറിൻ്റെ എല്ലാ ഭാഗങ്ങളും മുക്കും മൂലയും വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം കാർലറ്റ് പെട്രോൾ ജ്യൂസിൻ്റെ സ്റ്റോക്കിൽ ഇപ്പോൾ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തുള്ളൂ. അപ്പോഴേക്കും നമ്മളൊരു വാഹനം സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തത്. പ്രൈസിങ് മറ്റു കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരത്തിൽ ഞങ്ങൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ ഒരു മൈക്ര കൂടി നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വെറൈറ്റി കളറിൽ നിന്നൊരു മൈക്ര കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈറ്റ് കളർ എക്സിക്യൂട്ടീവ് കളറിൽ നിന്നൊരു മൈക്ര ഓട്ടോമാറ്റിക് വാഹനം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റോക്ക് കയറുന്നുള്ള ഈ ഒരു വാഹനം XL എന്ന വലിയ വാഹനമാണിത്. ജസ്റ്റ് ഇതിൻ്റെ ഈ പ്രൈസും കാര്യങ്ങളെല്ലാം ഇന്ന് വൈകുന്നേരത്തിൽ കാറ്റലോഗിൽ ഈ ഒരു വാഹനത്തിൽ കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡുവൽ ടോണിൽ നിൽക്കുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു മറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് യൂണീക്കായിട്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സ്വിഫ്റ്റ് വാഹനം നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ ഉടൻ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ വെറൈറ്റി വാഹനങ്ങളുടെ കളക്ഷൻ ഞങ്ങൾക്ക് ഒരുപാട് വാഹനങ്ങൾ വരാനുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.